ഹായ് വ്യൂവേഴ്സ്, IT അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഡ്രിൽ ട്രബിൾസ് കോസസ് ആൻഡ് റെമഡീസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഡ്രിൽഡ് ഹോൾ വരുന്ന കുഴപ്പങ്ങളെ കുറിച്ചാണ്. നമുക്ക് ഡ്രില്ല് ശരിയായി ഗ്രൈൻഡ് ചെയ്യണം. അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് ഉപയോഗിച്ചാൽ മാത്രമേ നല്ലൊരു ഹോൾ നമുക്ക് പ്രദാനം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഹോളിന് പലവിധം കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ ഡ്രില്ല് പൊട്ടിപ്പോവുക, ഇങ്ങനെ പലതരം ഡിഫക്ട്സ് ഡ്രില്ലിന് വരാറുണ്ട്. അപ്പോൾ ഇത്തരം കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് അതിന് കാരണങ്ങൾ, അതിന് എന്തൊക്കെയാണ് റെമഡീസ് എന്നാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് ആദ്യമായി പരിശോധിക്കുന്നത്. ദി കോമൺ ഡിഫക്ട്സ് ഇൻ ഡ്രില്ലിംഗ് ആർ ലിസ്റ്റഡ് ബിലോ. എന്തൊക്കെയാണ് ഒരു ഡ്രിൽ ഹോളിന് വരുന്ന കുഴപ്പങ്ങൾ നോക്കാം. ഒന്ന്, ഓവർ സൈസ്ഡ് ഹോൾസ്. ഒരു ഹോള് ഓവർ സൈസ്ഡ് ആവുക. നമുക്കൊരു 10 mm ഡ്രില്ല് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹോള് 10 mm കൂടുതലായിരിക്കുക. നെക്സ്റ്റ്, ഓവർ ഹീറ്റഡ് ഡ്രില്ല് കൂടുതലായി ചൂടാവുക. റഫ് ഹോൾസ്. ഹോള് റഫായിരിക്കുക. നല്ല ഫിനിഷുള്ള ഹോളാണ് നമുക്ക് വേണ്ടത്. അതിന് ഹോളിൻ്റെ ഇൻസൈഡ് ഭാഗം ഫുൾ റഫായിട്ടുള്ള ഹോൾസ് ഉണ്ടാകുക. അൺഈക്വൽ ആൻഡ് ഇൻ്ററപ്റ്റഡ് ഫ്ലോപ്പ് ചിപ്സ്. അത് ചിപ്സ്, അതിനുള്ള പൊടികൾ ശരിക്കും പുറത്ത് വരാതെ കട്ടായിട്ട് വരിക, അങ്ങനെ വരാം. സ്പ്ലിറ്റ് വെബ്സ് ഓർ ബ്രോക്കൺ ഡ്രിൽസ്. അതിൻ്റെ വെബ് പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ ഡ്രില്ല് മൊത്തമായിട്ട് പൊട്ടിപ്പോവുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഡ്രില്ലിംഗ് ഡിഫക്ട്സ് ആയിട്ട് പറയുന്നത്. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഫസ്റ്റ്, ഓവർ സൈസ്ഡ് ഹോൾസ്. ഓവർ സൈസ്ഡ് ഹോൾസ് ക്യാൻ ബി ഡ്യൂ ടു ഒരു ഡ്രില്ലിൻ്റെ സൈസിനേക്കാൾ ഓവറായിട്ട് വരുന്ന ഹോള് പല കാരണങ്ങൾ കൂടി വരാം. എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ നോക്കാം. ദി അൺഈക്വൽ ലെങ്ത് ഓഫ് കട്ടിംഗ് എഡ്ജസ്. രണ്ട് കട്ടിംഗ് ലെങ്ത് അൺഈക്വലായി നോക്കാം. രണ്ട് ഭാഗത്തുള്ള കട്ടിംഗ് എഡ്ജ് രണ്ടും ഈക്വൽ ആയിരിക്കണം. ചിത്രം ശ്രദ്ധിക്കുക. അതിൻ്റെ ഇടതുവശത്തുള്ള കട്ടിംഗ് എഡ്ജ് കുറച്ച് ലെങ്ത് കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ സെൻറ്റർ മാറും. സെൻറ്റർ മാറിക്കഴിഞ്ഞാൽ ഡ്രില്ല് രണ്ട് ഭാഗത്തേക്ക് ഇളകുകയും അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഹോളിനേക്കാളും വലിയൊരു ഹോൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് അൺഈക്വൽ ആംഗിൾ ഓഫ് കട്ടിംഗ് എഡ്ജസ്. നമുക്കറിയാം, രണ്ട് ഭാഗത്തെ ആംഗിളും തുല്യമായിരിക്കണം. അങ്ങനെ ഒരു ഭാഗത്ത് ആംഗിൾ കൂടുകയും ഒരു ഭാഗത്ത് ആംഗിൾ കുറയുകയാണെങ്കിലും ഡ്രില്ല് ഒരു ഭാഗത്തേക്ക് പോവുകയും അത് ഡ്രിൽ സൈസ് കൂടാനും സാധ്യതയുണ്ട്. ചിത്രത്തിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അൺഈക്വൽ ആംഗിൾ, ഈക്വൽ ആംഗിൾ, അൺഈക്വൽ ആംഗിൾ. അടുത്തായിട്ട് പറയുന്നത് ഇത് അൺഈക്വൽ തിന്നിങ് ഓഫ് ദ പോയിൻ്റ്. അതിൻ്റെ പോയിൻ്റ് കറക്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്താലും സംഭവിക്കാം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. ദ സ്പിൻഡിൽ റണ്ണിങ് ഔട്ട് ഓഫ് സെൻറ്റർ. ആ ഡ്രില്ലിംഗ് മെഷീൻ സ്പിൻഡിൽ കറക്റ്റ് സെൻറ്ററിൽ തന്നെ കറങ്ങണം. അത് എക്സെൻട്രിക് ആയിട്ട് ഒരു ഭാഗത്തേക്ക് പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ ഡ്രില്ലും അതിനനുസരിച്ച് സൈസ് വലുതാവും. ദ ഡ്രിൽ പോയിൻ്റ് നോട്ട് ബീയിങ് സെൻറ്റർ. ആ ഡ്രില്ലിൻ്റെ പോയിൻ്റ് കറക്റ്റ് സെൻറ്ററിലായിരിക്കണം. അതൊരു ഭാഗത്തേക്ക് സെൻറ്റർ ഒരു ഭാഗത്ത് നീങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ വലിയ ഹോൾ ഉണ്ടാകാം. അടുത്തായിട്ട് പറയുന്നത് ഓവർ ഹീറ്റഡ് ഡ്രിൽസ്. ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ചൂടാവുക. ദ ഡ്രിൽസ് മേ ബി ഗെറ്റ് ഓവർ ഹീറ്റഡ്. ഡ്രില്ല് കൂടുതൽ ചൂടാവാനുള്ള കാരണങ്ങൾ. കട്ടിംഗ് സ്പീഡ് ഈസ് ടു ഹൈ. കട്ടിംഗ് സ്പീഡ് വളരെ അധികമായിരിക്കാം. കട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇത് കറങ്ങുന്ന സ്പീഡ്, ആ ഡ്രില്ലിൻ്റെ കട്ടിംഗ് പോയിൻ്റിൻ്റെ സ്പീഡ് കൂടിയിരിക്കുക. ഫീഡ് റേറ്റ് ഈസ് ടു ഹൈ. നമ്മൾ കൊടുക്കുന്ന ഫീഡ് എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ പെർ റവല്യൂഷൻ, അഡ്വാൻസ് പെർ റവല്യൂഷൻ. ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ എത്ര വർക്കിലേക്ക് ആഴ്ന്നിറങ്ങി, അതാണ് ഫീഡ്. ഈ ഫീഡ് കൂടിക്കഴിഞ്ഞാലും ഡ്രില്ല് ചൂട് കൂടാം. ക്ലിയറൻസ് ആംഗിൾ ഈസ് ഇൻകറക്റ്റ്. ക്ലിയറൻസ് ആംഗിൾ കൂടിയാലും കുറഞ്ഞാലും കംപ്ലൈൻറ്റ് വരാം. നമുക്ക് സാധാരണ ഇതിൽ 8 മുതൽ 12 ഡിഗ്രിയാണ് ക്ലിയറൻസ് ആംഗിൾ. ഈ ആംഗിൾ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ അത് ഓവർ ഹീറ്റഡ് ഡ്രിൽസിന് കാരണമാകാം. അത് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതൽ ഡ്രില്ല് ചൂടാവും. കൂളിംഗ് ഈസ് ഇൻഎഫക്റ്റീവ്. ശരിയായിട്ട് കൂളിംഗ് കൊടുത്തിട്ടില്ലെങ്കിലും ഡ്രില്ല് ചൂടാകാം. പോയിൻ്റ് ആംഗിൾസ് ഇൻകറക്റ്റ്. അതിൻ്റെ പോയിൻ്റ് ആംഗിൾ, നമ്മൾ സാധാരണ ഇതിന് പോയിൻ്റ് ആംഗിൾ 118 ഡിഗ്രിയാണ് പറയില്ല. ഈ പോയിൻ്റ് ആംഗിൾ വ്യത്യാസമുണ്ടായാലും ഇത് ഡ്രില്ല് ചൂടാകാം. ഡ്രിൽ ഈസ് നോട്ട് ഷാർപ്പ്. ലാസ്റ്റ് ആകുമ്പോൾ ഡ്രില്ല് ശരിക്കും മൂർച്ച കൂട്ടിയില്ലെങ്കിലും ഇതുപോലെ ഡ്രില്ല് ചൂടാകാൻ കാരണമുണ്ട്. അടുത്തായിട്ട് പറയുന്നത് റഫ് ഹോൾസ്. ഒരു ഹോള് റഫ് ഹോൾസ് ആണ്. റഫ് ഹോൾസ് എന്ന് പറഞ്ഞാൽ അത് നല്ല ഫിനിഷിംഗ് ഇല്ലാത്ത ഹോൾസ് ആണെങ്കിൽ അത് എന്തൊക്കെ കാരണങ്ങൾ മൂലം ഉണ്ടാകാൻ നോക്കാം. ഒന്ന്, ഫീഡ് റേറ്റ് ഈസ് ടു മച്ച്. കൂടുതൽ ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റഫ് ഹോൾസ് ഉണ്ടാകാം. ഡ്രിൽ കട്ടിംഗ് എഡ്ജസ് ആർ നോട്ട് ഷാർപ്പ്. ഡ്രില്ലിങ്ങിൻ്റെ കട്ടിംഗ് എഡ്ജ് ശരിക്കും മൂർച്ച കൂട്ടിയില്ലെങ്കിലും ഇങ്ങനെ സംഭവിക്കാം.
കൂളിംഗ് ഈസ് ഇൻഎഫക്റ്റീവ്. ശരിക്കും കൂളിംഗ് കൊടുത്തില്ലെങ്കിലും റഫ് ഹോൾസ് വരാം. അടുത്ത് അണീക്വൽ ഫ്ലോ ഓഫ് ചിപ്സ്. ഇതിൻ്റെ ചിപ്സ് ശരിക്കും ഒരു ഭാഗത്തോട് മാത്രം ചിപ്സ് വരെ ഒരു ഭാഗത്തോട് വരാതിരിക്കുക. അങ്ങനെ പല കംപ്ലയിൻറ്റുകൾ വരാം. അണീക്വൽ ഫ്ലോ ഓഫ് ചിപ്സ് കോസ്ഡ് ബൈ ദ കട്ടിംഗ് എഡ്ജസ് ആർ നോട്ട് ഈക്വൽ ആൻഡ് പോയിൻ്റ് ആംഗിൾ ഈസ് നോട്ട് ദ സെൻറ്റർ ഓഫ് ഡ്രിൽ. അപ്പോൾ അതിൻ്റെ കട്ടിംഗ് എഡ്ജസ് ഈക്വൽ അല്ലെങ്കിലോ അല്ലെങ്കിൽ കട്ടിംഗ് പോയിൻ്റ് സെൻറ്റർ അല്ലെങ്കിലൊക്കെ ഇതുപോലെ അണീക്വൽ ഫ്ലോ ഓഫ് ചിപ്സ് സംഭവിക്കാം. അടുത്ത് ബ്രോക്കൺ ഡ്രിൽ ഓർ സ്പ്ലിറ്റ് വെബ്. ഡ്രില്ല് പൊട്ടിപ്പോവുക ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ വെബ് പൊട്ടിപ്പോവുക. ഇതിനൊക്കെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാമെന്ന് നോക്കാം. കട്ടിംഗ് സ്പീഡ് ഈസ് ടു ഹൈ. കട്ടിംഗ് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകാം. ഫീൽഡ് റേറ്റ് ഈസ് ടു ഹൈ. ഫീൽഡ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇതുപോലെ സംഭവിക്കാം. വർക്ക് ഈസ് നോട്ട് ഹെൽഡ് റിജിഡ്ലി. ഒരു പ്രധാന പോയിൻ്റാണ്. വർക്ക് നമ്മൾ മെഷീൻ്റെ വയസ്സിലൊക്കെ ശരിയായി ഉറപ്പിച്ചിരിക്കണം. അങ്ങനെ ശരിയായി ഉറപ്പിച്ചില്ലെങ്കിൽ ഇത് ഡ്രില്ല് പൊട്ടിപ്പോകാൻ കാരണമുണ്ട്. ഡ്രിൽ ഈസ് നോട്ട് ഹെൽഡ് കറക്റ്റ്ലി. അതുപോലെ തന്നെ ഡ്രില്ല് ചക്കിലോ സ്പിൻഡിലോ ശരിയായി ഉറപ്പിച്ചിരിക്കണം, അല്ലെങ്കിൽ ഡ്രില്ല് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഡ്രിൽ ഈസ് നോട്ട് ഷാർപ്പ്. ഡ്രില്ല് ശരിയായി മൂർച്ച കൂട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഡ്രില്ല് പൊട്ടിപ്പോകും. പോയിൻ്റ് ആംഗിൾ ഈസ് ഇൻകറക്റ്റ്. പോയിൻ്റ് ആംഗിളായിട്ട് കറക്റ്റ് ആംഗിൾ ശരിയായിരിക്കണം, ശരിയായില്ലെങ്കിൽ പൊട്ടിപ്പോകാം. കൂളിംഗ് ഈസ് ഇൻസഫിഷ്യൻറ്റ്. ശരിയായി കൂളിംഗ് നടത്തിയില്ലെങ്കിൽ ഡ്രില്ല് ചൂടാകുകയും പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. ഫ്ലൂയിഡ്സ് ആർ ക്ലോഗ്ഡ് വിത്ത് ചിപ്സ്. ചില അവസരങ്ങളിൽ ആ ഫ്ലൂയിഡ്സിൽ നിറയായിട്ട് ചിപ്സ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് അത് അതിനുള്ളിൽ കിടന്ന് ജാമായിട്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഡ്രില്ലിംഗ് ഡിഫക്ട്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇനി അടുത്തായിട്ട് പറയുന്നത് ലെറ്റർ ആൻഡ് നമ്പർ ഡ്രിൽസ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഡ്രിൽ സൈസ് പറയാറുണ്ട്. സാധാരണ നമ്മൾ MM ഡ്രില്ലും അതുപോലെ ഇഞ്ച് ഡ്രില്ലുമാണ് വരുന്നത്. 1 mm, 2 mm, 3 mm വരും. അതുപോലെ ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച്, 1 ഇഞ്ച്, പലതരത്തിലുള്ള ഡ്രില്ലുകളാണ് വരുന്നത്. എന്നാൽ ഈ സൈസിലല്ലാതെ പ്രത്യേക അളവുകളിൽ വരുന്ന ഡ്രില്ലുകളാണ് നമ്പർ ഡ്രില്ലും ലെറ്റർ ഡ്രില്ലും. എന്താണെന്ന് നോക്കാം. ജനറലി ഡ്രിൽസ് ആർ മാനുഫാക്ചേർഡ് ടു സ്റ്റാൻഡേർഡ് സൈസ് ഇൻ മെട്രിക് സിസ്റ്റം. സാധാരണഗതിയിൽ ഡ്രില്ലൊക്കെ ഒരു സ്റ്റാൻഡേർഡ് സൈസിലാണ് വരാറ്. ദീസ് ഡ്രിൽസ് ആർ അവൈലബിൾ ഇൻ സ്പെസിഫൈഡ് സ്റ്റെപ്സ്. എന്നാൽ ഈ ഡ്രില്ല് കൃത്യമായ സ്റ്റെപ്പിലാണ് വരൽ. ദ ഡ്രിൽസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ ദ അബോവ് കാറ്റഗറി ആർ മാനുഫാക്ചേർഡ് ഇൻ നമ്പർ ആൻഡ് ലെറ്റർ ഡ്രിൽസ്. എന്നാൽ കൃത്യമായ അളവുകളിലല്ലാതെ വരുന്ന ഡ്രില്ലുകളാണ് നമ്പർ ഡ്രില്ലും ലെറ്റർ ഡ്രില്ലും. ദീസ് ഡ്രിൽസ് ആർ യൂസ്ഡ് വേർ ഓൾഡ് സൈസസ് ഓഫ് ഹോൾസ് ആർ ടു ബി ഡ്രിൽഡ്. നമ്മൾ പ്രത്യേക അളവല്ലാത്തുള്ള ഡ്രില്ല്, ഉദാഹരണമായിട്ട് ഇപ്പോൾ 10.55 എന്നുള്ള ഡ്രില്ല് വേണമെന്ന് കരുതാം. അപ്പോൾ 10.5 ആണ് അവൈലബിൾ ആണ്. അതേപോലെ ഓരോ ഡ്രില്ലും 5 കഴിഞ്ഞാൽ 5.5, 5.5 കഴിഞ്ഞാൽ 6. പക്ഷേ ഈ ലെറ്റർ ഡ്രില്ലും നമ്പർ ഡ്രില്ലും ഇതിൻ്റെ ഇടയ്ക്കുള്ള അളവുകളൊക്കെ നമുക്ക് കിട്ടാൻ സാധിക്കും. ആദ്യം പറയുന്നത് ലെറ്റർ ഡ്രിൽ. ലെറ്റർ ഡ്രിൽസ് ഈസ് A to Z ആണ്. A മുതൽ Z വരെയുള്ള ലെറ്റേഴ്സാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. A to Z. ദി ലെറ്റർ A ഡ്രിൽ ഈസ് സ്മാളസ്റ്റ് വിത്ത് 5.944 mm. അപ്പം A എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഡ്രില്ലാണ്. ഇതിൻ്റെ സൈസ് 5.944 mm ആണ്. ആ ചിത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. A എന്നുള്ളത് ഇഞ്ചാണ് 0.234, mm ആണ് 5.944. ആൻഡ് ദി ലെറ്റർ Z ഈസ് ലാർജസ്റ്റ്. A എന്നുള്ളത് ഏറ്റവും ചെറിയ ഡ്രില്ലാണ്. അതിൻ്റെ സൈസ് 5.944 ആണ്. അതുപോലെ Z എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഡ്രില്ലാണ്. ഇറ്റ് ഈസ് 10.490 mm ഡയമീറ്റർ. ഇതിൻ്റെ സൈസ് 10.490 ഇതിൻ്റെ സൈസ്. അപ്പോൾ ലെറ്റർ ഡ്രില്ലിൽ A ചെറിയ ഡ്രില്ലും Z വലുതുമാണ്. A എന്ന് പറഞ്ഞാൽ 5.944 ആണ്. Z എന്ന് പറഞ്ഞാൽ 10.490 ആണ്. അപ്പോൾ അതിന് ചിത്രം നോക്കുക. A to L കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ആ ചിത്രത്തിലുള്ള ഒരു സെറ്റ് ശ്രദ്ധിക്കുക. ABCDEFG അതിൻ്റെ സൈസ് അതിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ H to R, S to Z. ആ Z എന്നുള്ളത് നോക്കി അറിയാൻ പറ്റും. അതിൻ്റെ സൈസ് 10.490 ആണ് ഇതിൻ്റെ Z എന്നുള്ള ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ അതിൽ A to Z ആണ്. A എന്നുള്ള ചെറിയ ഡ്രില്ലാണ്, Z എന്ന് പറഞ്ഞാൽ വലിയ ഡ്രില്ലാണ്. അടുത്ത ഡ്രിൽ ഗേജസ്. ഇൻ ദി നമ്പർ ഡ്രിൽ ആർ ടു ബി ലെറ്റർ ഡ്രിൽ ഈസ് ദസ് കറക്റ്റ് ഡയമീറ്റർ ഓഫ് ദ ഡ്രിൽ ഈസ് ഗേജ്ഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് റെസ്പെക്റ്റീവ് ഡ്രിൽ ഗേജസ്. ഒരു ഡ്രില്ലിൻ്റെ സൈസ് അറിയാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നിറയെ ഹോൾസുള്ള ഡ്രിൽ ഗേജസ്. ഓരോ ഹോളും അതിൻ്റെ കറക്റ്റ് സൈസിന് മുകളിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കും. അതിന് കറക്റ്റ് ഡ്രില്ല് സ്യൂട്ടായിരിക്കും.
ദ ഡ്രിൽ ഗേജ് ഈസ് എ റെക്ടാങ്കുലർ ഷേപ്പ്ഡ് മെറ്റൽ പീസ് കണ്ടെയ്നിങ് എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഡയമീറ്റർ ഹോൾസ്. വ്യത്യസ്ത ഡയമീറ്റർ ഹോൾസുള്ള ഒരു റെക്ടാങ്കുലർ ഷേപ്പാണ് ഡ്രിൽ ഗേജ് എന്ന് പറഞ്ഞത്. ദ സൈസ് ഓഫ് ഹോൾ ഈസ് സ്റ്റാമ്പ്ഡ് അഗേൻസ്റ്റ് ഈച്ച് ഹോൾ. ഓരോ ഹോളിൻ്റെ അടുത്തും അതിന് ഏത് സൈസാണെന്നുള്ളത് അതിൻ്റെ മുകളിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കും. അതാണ് ഡ്രിൽ ഗേജ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് നമ്പർ ഡ്രിൽസാണ്. നമ്പർ ഡ്രിൽസ് ആർ അവൈലബിൾ ടു 1 to 80. 1 മുതൽ 80 വരെയുള്ള നമ്പറുകളാണ് നമ്പർ ഡ്രില്ല് വരുന്നത്. നമ്പർ 1 ഡ്രിൽ ഈസ് ലാർജസ്റ്റ്. നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാർജ് ഡ്രില്ലാണ്. അതിൻ്റെ സൈസ് 5.791. ഇത് ഏറ്റവും ചെറിയ സീരീസിലുള്ള ഡ്രില്ലാണ് നമ്പർ ഡ്രിൽ. നമ്പർ 1 എന്ന് പറഞ്ഞാൽ 5.791 ആണ്. അത് ഏറ്റവും വലിയ ഡ്രില്ലാണ്. അതുപോലെ ലാസ്റ്റ് നമ്പറായിട്ടുള്ള നമ്പർ 80 സൈസ് വരുന്നത് 0.35 mm ഡയമീറ്ററാണ്. 0.35 mm ഡയമീറ്ററാണ് ഏറ്റവും ചെറുത് വരുന്നത്. ഏറ്റവും വലുത് 80 എന്ന് പറഞ്ഞത് 5.791 ആണ്. ചിത്രം ശ്രദ്ധിക്കുക, അതിൽ 1 എന്നുള്ളത് കാണാൻ പറ്റും. 5.791. ഇതിൽ കാണിച്ചത് 16 4.498 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ദർ ഇസ് നോ യൂണിഫോം വേരിയേഷൻ ഓഫ് ദ ഡ്രിൽ ഡയമീറ്റേഴ്സ് ഫ്രം നമ്പർ ടു നമ്പർ. ഒരു നമ്പറിൽ നിന്ന് കൃത്യമായ വേരിയേഷൻ ഒന്നുമില്ല, ഓരോന്ന് ഓരോ അളവുകൾ കൊടുത്തിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. ടു ഫൈൻഡ് ദി കറക്റ്റ് ഡയമീറ്റർ ഓഫ് ദ നമ്പർ ഡ്രിൽ റെഫർ ടു എ ഡ്രിൽ സൈസ് ചാർട്ട് ഓൺ എ ഹാൻഡ് ബുക്ക്. ഒരു ഹാൻഡ് ബുക്ക് ഉപയോഗിച്ച് ഡ്രിൽ സൈസ് ചാർട്ട് അതിലുണ്ടായിരിക്കും. നമ്പർ ഡ്രിൽ സീരീസ് ആർ ആൾസോ നോൺ ആസ് വയർ ഗേജ് സീരീസ്. ഇതിന് വയർ ഗേജ് സീരീസ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് 1 to 16 കാണിച്ചു. ഇത് 17 to 32, 33 to 60, 45 ഇതിലൊക്കെ സൈസ് അതിന് മുകളിൽ കാണിച്ചിട്ടുണ്ട്. 45 to 54, 55 to 67 കാണിച്ചിട്ടുണ്ട്. അതുപോലെ 66 to 80, 80 സൈസ് നോക്കുക. അതിൻ്റെ അളവ് 0.35 ആണ്. അപ്പോൾ അതിൻ്റെ അളവ് ഏറ്റവും വലുത് നമ്പർ 1 ആണ്, ഏറ്റവും ചെറുത് നമ്പർ 80 ആണ്. അതിൻ്റെ സൈസ് ഒരു ലെറ്റർ ശ്രദ്ധിക്കുക, അത് കാണിച്ചിട്ടുണ്ട്. 40, 42, 43 ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏറ്റവും മുകളിലുള്ള അറയിലുള്ളതാണ് നമ്പർ 1 ഒക്കെ. ഏറ്റവും താഴെയുള്ള അറയിലുള്ളത് ഏറ്റവും 80 നമ്പറാണ് വരുന്നത്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഷാർപ്പനിങ് ഓഫ് ഡ്രിൽസ്. ഒരു ഡ്രില്ല് ഷാർപ്പൻ ചെയ്യുക അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് അറിയാം, ഒരു ഡ്രില്ല് ശരിയായി ഗ്രൈൻഡ് ചെയ്താൽ മാത്രമേ കറക്റ്റ് ഹോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ അതിന് ഡ്രില്ലിങ് ഡിഫക്ട്സിന് കാരണമാകും. ഡ്രില്ലിങ് പ്രധാനമായിട്ട് ഗ്രൈൻഡിങ് ഡിഫക്ട്സ് തന്നെയാണ് ഡ്രില്ലിങ് ഡിഫക്ട്സ് ആയിട്ട് വരുന്നത്. വൈ കട്ടിങ് ആംഗിൾ ഷുഡ് ബി ചെക്ക്ഡ് ആൻഡ് ഷാർപ്പൻ. എപ്പോഴാണ് നമ്മൾ ഡ്രില്ല് ഷാർപ്പൻ ചെയ്യേണ്ടി വരുന്നത്? ഡ്രിൽസ് വിൽ ലോസ് ദ ഷാർപ്പ്നെസ് ഓഫ് ദ കട്ടിങ് എഡ്ജസ് ഡ്യൂ ടു കണ്ടിന്യൂസ് യൂസ്. തുടർച്ചയായിട്ടുള്ള ഉപയോഗം മൂലം അതിൻ്റെ കട്ടിങ് എഫിഷ്യൻസി നഷ്ടപ്പെടുന്നു. ഇംപ്രോപ്പർ യൂസ് ഓഫ് ഡ്രിൽസ് കാൻ ബി ആൾസോ സ്പോയിൽ ദ കട്ടിങ് എഡ്ജസ്. ശരിയായിട്ട് ഡ്രിൽസ് ഉപയോഗിച്ചില്ലെങ്കിൽ അത് കട്ടിങ് ഡ്രിൽസ് കേടുവരാൻ സാധ്യതയുണ്ട്. വോൺ ഔട്ട് ഡ്രിൽസ് ആർ ടു ബി റീഷാർപ്പൻഡ് ഓൺ എ ഗ്രൈൻഡർ. കേടുവന്നത് സമയത്ത് നമുക്ക് കുറേ ഗ്രൈൻഡിങ് പോയിന്റ് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് കട്ടിങ് പോയിന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഹൗ ടു ഗ്രൈൻഡ് ദ ഡ്രിൽസ്. എങ്ങനെ നമുക്ക് ഒരു ഡ്രില്ല് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും? ചിത്രം ശ്രദ്ധിക്കുക, അത് പിടിക്കുന്നത് ശ്രദ്ധിക്കുക. ബിഫോർ ഗ്രൈൻഡിങ് ചെക്ക് ദി ലോഡിങ്, ഗ്ലേസിങ് ആൻഡ് ട്രൂനെസ് ഓഫ് ദ വീൽ ക്രാക്സ് അതർ ഡാമേജ്. ഉപയോഗിക്കുന്നതിന് മുമ്പ് ആ വീലിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, ലോഡിങ് അതിൻ്റെ മുകളിൽ നിറയെ ഹോൾസിലൊക്കെ പൊടി കയറി കിടക്കുന്നുണ്ടോ, ഗ്ലേസിങ് കുറേ തേഞ്ഞ് തീർന്നിട്ട് കണ്ണാടി പോലെ ആയിട്ടുണ്ടോ, ട്രൂനെസ് അത് കറക്റ്റ് സെൻറ്ററിൽ നിന്നാണ് തിരിയുന്നത്, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഡ്രസ് ആൻഡ് ട്രൂ ദ വീൽ ഇഫ് നെസസറി. അതിനുശേഷം ഡ്രസ്സ് ചെയ്യുക, അതുപോലെ കറക്റ്റ് ചെയ്യുക വീല്. വൈൽ ഗ്രൈൻഡിങ് ദ ഷാങ്ക് ദ അതർ എൻഡ് ഓഫ് ദ ഡ്രിൽ ഹെൽഡ് ലൈറ്റ്ലി ബിറ്റ്വീൻ തമ്പ് ആൻഡ് ഫസ്റ്റ് ഫിംഗർ. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിൽ തന്താവിരലും ഫസ്റ്റ് വിരലിൻ്റെ ഇടയ്ക്ക് ഡ്രില്ല് വെക്കുക. ഹോൾഡ് ദ ഡ്രിൽ ലെവൽ ടേൺ ഇൻ ടു 59 ഫേസ് ഓഫ് വീൽ. അതിൻ്റെ ഫേസ് ഓഫ് വീലിൽ നിന്ന് 59 ഡിഗ്രി ചെരിക്കുക ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ദ കട്ടിങ് എഡ്ജ് ഈസ് ഒറിസോണ്ടൽ ആൻഡ് പാരലൽ ടു ദി ഗ്രൈൻഡിങ് വീൽ സർഫസ്. ആ ഗ്രൈൻഡിങ് വീലിന് സർഫസിന് പാരലായിട്ട് നമ്മൾ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യാം. ദ ആൻഡ് നിയർ ദ പോയിന്റ് ഷുഡ് ബി പിവട്ടഡ് ലൈറ്റ്ലി ടൂൾ റെസ്റ്റ് ഈച്ച് മാനുഫാക്ചർ. നമ്മൾ ചെയ്യുമ്പോൾ അതിന് ടൂൾ റെസ്റ്റിന് സപ്പോർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാം. സ്വിങ് ദ ഷാങ്ക് ഓഫ് ദ ഡ്രിൽ സ്ലൈറ്റ്ലി ഡൗൺവേർഡ് ആൻഡ് ടുവാർഡ്സ് ദ ലെഫ്റ്റ്. ഇടതുഭാഗത്ത് തിരിഞ്ഞിട്ട് നോക്കിയിട്ട് കറക്റ്റ് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യണം. വൈൽ സ്വിങ്ങിങ് ഡൗൺ അപ്ലൈ സ്ലൈറ്റ് ഫോർവേഡ് മോഷൻ
ദിസ് വിൽ ഹെൽപ്പ് ഫോർ ക്ലിയർ ആംഗിൾ. അപ്പോൾ അങ്ങനെ തിരിക്കുമ്പോൾ അതോടൊപ്പം കുറച്ച് താഴ്ത്തും ചെയ്യാം, എന്നാൽ മാത്രമേ അതിൽ ക്ലിയറൻസ് ആംഗിളായിട്ടുള്ള 8 to 12 ഡിഗ്രി ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ആൾ മൂവ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഡ്രിൽ, ദാറ്റ് ഈസ് ആംഗുലർ ടേണിംഗ്, സിന്നിങ്, ഫോർവേഡ് മൂവ്മെൻറ്റ്സ് വെൽ കോർഡിനേറ്റഡ്. ഇറ്റ് ഷുഡ് ബി റിസൾട്ട് വൺ സ്മൂത്ത് മൂവ്മെൻറ്റ് പ്രൊഡ്യൂസ് യൂണിഫോം ഫിനിഷ് സർഫസ്. ഫിനിഷ് സർഫസ് ഉണ്ടാക്കുന്നത് ആവശ്യമാണ്. റിപ്പീറ്റ് ദി പ്രോസസ്, റീഷാർപ്പൻ സെക്കൻഡ് കട്ടിങ് എഡ്ജ് യൂസിങ് സെയിം പവർ. ഒരു എഡ്ജ് കഴിഞ്ഞാൽ അടുത്ത എഡ്ജും അതുപോലെ കട്ടാക്കുക, എന്നിട്ട് ഒരേപോലെയുള്ള ആംഗിളാക്കി മാറ്റുക. ഹൗ ടു ചെക്ക് ദി ആംഗിൾ കട്ടിങ് എഡ്ജ്. ഒരു ആംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? അതിനൊരു ഡ്രിൽ ഗേജിൻ്റെ ചിത്രം നോക്കി അറിയാൻ പറ്റും. ചെക്ക് ദ ബോത്ത് കട്ടിങ് എഡ്ജസ്, ഡ്രിൽ ആംഗിൾ, കറക്റ്റ്നെസ്, ലിപ്പ് ആംഗിൾ ഈക്വലി ലിപ്പ് ലെങ്ത്. അത് ശരിയായ അളവിൽ എത്ര ഡിഗ്രി ആംഗിൾ ഉണ്ട് അത് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡ്രില്ലിൻ ഡിഫക്ട്സ്, അതുപോലെ നമ്പർ ആൻഡ് ലെറ്റർ ഡ്രിൽസ്, ഷാർപ്പനിങ് ഔട്ട് ഡ്രിൽസ് ഓർ ഗ്രൈൻഡിങ് ഔട്ട് ഡ്രിൽസ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ്.